ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തന മികവിന് കേരളത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം. സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് അവയവം മാറ്റിവയ്ക്കൽ പ്രക്രിയ ഫലപ്രദമാക്കാൻ ഉപദേശക സമിതി രൂപീകരിച്ചു. അനുവദിച്ച കാര്യങ്ങൾക്കല്ലാതെ ഭൂമി തരം മാറ്റുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി K രാജൻ. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ യാനിക് സിന്നർ ടെയ്ലർ ഫ്രിറ്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സുരക്ഷിതമായ ഡിജിറ്റൽ ഇടങ്ങൾ ഒരുക്കാനുള്ള പ്രതിബദ്ധത അടിവരയിടുന്നതാണ് പുരസ്കാരലബ്ധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മറ്റന്നാൾ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുരസ്കാരം കൈമാറും. സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം പേരൂർക്കട ബാപ്പുജി ഗ്രന്ഥശാല ഓഡിറ്റോറിയത്തിൽ മന്ത്രി GR അനിൽ നിർവഹിക്കും. ഓണക്കിറ്റുകൾ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി നാളെ മുതൽ വിതരണം ചെയ്യും. 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാരായ NPI കാർഡുടമകൾക്കും വയനാട് ദുരന്തബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കും. ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് ചൊവ്വാഴ്ച മുതൽ ഉദ്യോഗസ്ഥർ കിറ്റുകൾ നേരിട്ട് എത്തിക്കും. 14 അവശ്യ സാധനങ്ങൾ അടങ്ങിയതാണ് ഓണക്കിറ്റ്. അതേസമയം ഓണത്തിന് സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നാളെ തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനത്ത് അവയവം മാറ്റിവയ്ക്കൽ പ്രക്രിയ ഫലപ്രദമാക്കാൻ ഉപദേശക സമിതി രൂപീകരിച്ച് വിജ്ഞാപനമിറക്കിയതായി മന്ത്രി വീണ ജോർജ്. അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉപദേശക സമിതി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മാർഗനിർദ്ദേശം നൽകും. അവയവദാന പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കാനുള്ള നടപടികളും സമിതി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് 2 വർഷ കാലാവധിയുള്ള സമിതിയുടെ അധ്യക്ഷൻ. തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമം സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ 98ാമത് ജന്മദിനാഘോഷം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക ചൈതന്യത്തിനും ഭൌതികമായ ഉയർച്ചയ്ക്കും ആശ്രമം നൽകുന്ന മാനസിക പിന്തുണ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കരാർ ജീവനക്കാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചു. സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി 10 മണി മുതലാണ് സമരം ആരംഭിച്ചത്. ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, ബോണസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണ പ്രതിസന്ധി വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷ. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായാൽ ഉടൻ പമ്പിംഗ് ആരംഭിക്കും. പൈപ്പ് ലൈനിൽ ആദ്യം ശുചീകരണം നടത്തും. തുടർന്ന് ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും. നഗരത്തിലെ നിരവധി പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാത്തതിനാൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു നഗരത്തിലെ വിവിധ വാർഡുകളിൽ ജലവിതരണം നിർത്തിവച്ചത്. തോട്ടഭൂമി ഉൾപ്പെടെ ഭൂമി അനുവദിച്ച കാര്യങ്ങൾക്കല്ലാതെ തരം മാറ്റുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി K രാജൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ ചേർന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അനധികൃതമായി നടക്കുന്ന നെൽവയൽ നികത്തൽ തടഞ്ഞ് നിലം പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഭൂമി തരം മാറ്റത്തിനുള്ള കുടിശ്ശിക അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ഒക്ടോബർ 25 മുതൽ നവംബർ 10 വരെ പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1ാം ഘട്ട നവീകരണം പൂർത്തിയായ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം നാളെ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കൊണ്ടോട്ടി ഏറനാട് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിന് ആകെ 21 കിലോമീറ്റർ നീളമുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 80.58 കോടി ചെലവിട്ട് 13.6 മീറ്റർ വീതിയിലാണ് നവീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു.
ശംഖു ബസാർ കൈതക്കാട്ട് അനിലാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 23-ന് രോഗം സ്ഥിരീകരിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിദേശത്ത് നിന്ന് രാജ്യത്തെത്തിയ യുവാവിൽ എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗം സ്ഥിരീകരിക്കുന്നതിനായി സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇയാൾ നിരീക്ഷണത്തിൽ തുടരുകയാണെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. OP ടിക്കറ്റ് എടുക്കാൻ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്ന കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ താലൂക്ക് ആശുപത്രിയായി മാറുകയാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. താലൂക്ക് ആസ്പത്രിയിൽ എത്തുന്നവർക്ക് ക്യൂ നിൽക്കാതെ OP ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമാണ് നിലവിൽ വന്നത്. ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിനായുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം. ehealth.kerala.gov.in എന്ന പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡോക്ടർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ബുക്ക് ചെയ്യേണ്ടത്. ഓരോ ദിവസവും ഏതെല്ലാം ഡോക്ടർമാർ ഉണ്ടാകും എന്ന് അറിയിക്കുന്നതിനുള്ള ചാറ്റ് ബോട്ട് സംവിധാനം ആസ്പത്രിയിൽ നേരത്തെ നിലവിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് നമ്പർ ഫോണിൽ സേവ് ചെയ്ത് ഹായ് എന്ന സന്ദേശം അയച്ചാൽ ദിവസവും ഇതു സംബന്ധിച്ച വിവരം ലഭ്യമാകും. കേരള തീരം മുതൽ വടക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം. 94 സ്വർണവുമായി ചൈനയാണ് കായികമേളയിൽ 1-ാം സ്ഥാനത്ത്. ഗ്രേറ്റ് ബ്രിട്ടൻ, USA എന്നിവയാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്ത്. 7 സ്വർണം ഉൾപ്പെടെ 29 മെഡലുകളുമായി മികച്ച പ്രകടനമാണ് ഇന്ത്യൻ പാരാ അത്ലറ്റുകൾ പുറത്തെടുത്തത്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ടെയ്ലർ ഫിറ്റ്സുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 11:30-നാണ് മത്സരം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 7 വിക്കറ്റ് ജയം. അല്പസമയത്തിനകം നടക്കുന്ന 2ാമത്തെ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. ഗുരുവായൂർ ക്ഷേത്ര സന്നിധി ഇന്ന് സാക്ഷിയായത് റെക്കോർഡ് വിവാഹങ്ങൾക്ക്. 334 വിവാഹങ്ങളാണ് 6.5 മണിക്കൂറിനുള്ളിൽ നടന്നത്. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച വിവാഹ ചടങ്ങുകൾക്കിടയിലും ഭക്തർക്ക് സുഗമ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് സജ്ജീകരിച്ചിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല, വിലങ്ങാട് മേഖലകളിൽ സ്തുത്യർഹ സേവനം നടത്തിയ വനപാലകരെ നാളെ കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. മന്ത്രി AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനവും ഇതോടൊപ്പം നടക്കും. തൃശൂർ ജില്ലയിലെ തദ്ദേശ അദാലത്ത് നാളെ നടക്കും. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അദാലത്ത്. ഇന്നലെ നടന്ന കോഴിക്കോട് കോർപ്പറേഷൻ തദ്ദേശ അദാലത്തിൽ 371 പരാതികൾ തീർപ്പാക്കിയതായി മന്ത്രി MB രാജേഷ് അറിയിച്ചു. 359 എണ്ണം അനുകൂലമായാണ് തീർപ്പാക്കിയത്. തീർപ്പാക്കാത്ത 247 പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിലെ ആദ്യ വയാഡക്റ്റിന് വേണ്ടി നിർമ്മിക്കുന്ന വർക്കിംഗ് പൈലിന്റെ സ്വിച്ച് ഓൺ കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്റ്റേഷന് സമീപം നടന്നു. മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ MP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 1927 കോടി രൂപ ചെലവിൽ 11.2 കിലോമീറ്റർ ദൂരമുള്ള പാത 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തന മികവിന് കേരളത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം. സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ നിർവഹിക്കും. സംസ്ഥാനത്ത് അവയവ മാറ്റിവെക്കൽ പ്രക്രിയ ഫലപ്രദമാക്കാൻ ഉപദേശക സമിതി രൂപീകരിച്ചു. അനുവദിച്ച കാര്യങ്ങൾക്കല്ലാതെ ഭൂമി തരം മാറ്റുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി K രാജൻ. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് സമാപനം. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ യാനിക് സിന്നർ ടെയ്ലർ ഫ്രിറ്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.